കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. കാരണം ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന തോന്നൽ തന്നെ അവർക്കില്ല എന്ന് തോന്നുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അങ്ങനെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാവരെയും പോലെ പരിഭവം പറയാനേ കേരള ഗവൺമെന്റിനും കഴിയുന്നുള്ളൂ. പോയി വാങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഇതിനു മുമ്പൊക്കെ BJP കേന്ദ്ര ഗവൺമെന്റിലുള്ളപ്പോൾ UDF ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ന്യായമായ അവകാശം വാങ്ങിയെടുക്കാൻ പണ്ട് കഴിഞ്ഞിരുന്നു കുറേയൊക്കെ. അതിന് ചില നിരന്തര ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ അല്പം സാമർത്ഥ്യം ഇവരും കാണിക്കുന്നില്ല. ഉണ്ടാവില്ല എന്ന് ആകാശം നോക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാലോ, ഒരു ഗവൺമെന്റ് നാട്ടിലെ മറ്റ് പ്രതിപക്ഷം പറയുന്ന മാതിരി പറയാനല്ല ഇരിക്കുന്നത്. ഗവൺമെന്റ് കേരളത്തിന്റെ അവകാശം വാങ്ങിയെടുക്കാനായിരിക്കുന്നത്. നിരന്തരം കേരളം അവഗണിക്കപ്പെടുന്നതിൽ കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഏതായാലും അങ്ങനെയാണ്. അവർക്ക് വലിയ പൊളിറ്റിക്കൽ സ്റ്റേക്കൊന്നും കേരളത്തിൽ ഇല്ല എന്ന തോന്നലായിരിക്കാം ഇത്തരത്തിൽ എല്ലായ്പ്പോഴും അവഗണിക്കുന്നതിന്റെ കാരണം. വയനാട്ടിലെ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടല്ലോ, സാധാരണഗതിയിൽ ഒരിക്കലും സംഭവിക്കാത്തതാണ്. പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പോലും പിന്നെ ചില്ലിക്കാശില്ല. ഇപ്പോ വീണ്ടും അവഗണനയാണ്. രണ്ട് ഗവൺമെന്റുകളും ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്.